അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ 6 മാസത്തിന് ശേഷം കേജ്രിവാൾ പുറത്തു വരികയാണ്. പക്ഷേ അധികാരങ്ങളില്ലാത്ത മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ ഒരു രൂപത്തിൽ പറയേണ്ടി വരും. പക്ഷേ പുറത്തു വരുന്നത് കോടതിയുടെ ചില ശക്തമായ പരാമർശങ്ങൾ കൂടി വന്ന ശേഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മോചനത്തെ നിങ്ങൾ കാണുന്നത്? എത്രത്തോളം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്? ED അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇടക്കാല ജാമ്യത്തിൽ അദ്ദേഹം ജയിൽ മോചിതനായി വന്നതിന് ശേഷം കണ്ട രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവവാസങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വലിയ തോതിൽ വലിയ 400 സീറ്റിലേക്ക് അടുപ്പിച്ച് ഭാരതീയ ജനതാ സഖ്യം അല്ലെങ്കിൽ NDA സഖ്യം അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞെടുത്ത് അവരെവിടെ എത്തി നമ്മൾ ചർച്ച ചെയ്തിട്ട് പോയിട്ടുള്ള വിഷയങ്ങളാണ്. തിരിച്ച് അദ്ദേഹം ജയിലിൽ പോയി ഇറങ്ങാൻ സമയമായപ്പോൾ നമുക്കറിയാം, ഇന്ന് CBIയോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലടച്ച് തത്തയാകരുത്. അതായത് മാസ്റ്ററിന് വേണ്ടി പണിയെടുക്കുന്ന അല്ലെങ്കിൽ യജമാനു വേണ്ടി പണിയെടുക്കുന്ന ഒരു തത്തയെ പോലെ പെരുമാറരുതെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യം ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങുമെന്ന് തീരുമാനിക്കപ്പെട്ട സമയം അദ്ദേഹത്തെ വീണ്ടും ജയിലിലാക്കാൻ CBI കാണിച്ച ഈ വൃത്തികെട്ട കളിയെ കൃത്യമായി കോടതി അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അദ്ദേഹം ജയിൽ മോചനാകുന്നു. ജയിൽ കിടന്ന സമയത്തും പുറത്തിറങ്ങിയ സമയത്തും ഒക്കെ കേജ്രിവാൾ മുമ്പോട്ട് വെച്ച ആശയങ്ങൾക്ക് ഒരു തരത്തിലുള്ള മങ്ങലും ഏറ്റിട്ടില്ല. ഹരിയാന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പാർട്ടി ഒറ്റയ്ക്ക് അവിടെ മത്സരിക്കുന്നു. നമുക്കറിയാം, പഞ്ചാബും ഡൽഹിയും ഒക്കെ പങ്കിടുന്ന ഹരിയാന സ്റ്റേറ്റിൽ അല്ല അതിർത്തി പങ്കിടുന്ന ഹരിയാന സ്റ്റേറ്റിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും ശരി, നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ ശേഷം വരാമെന്ന് തോന്നുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.